പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, കുടുംബത്തിന്റെ ഇന്നത്തെ കഴിച്ചിലിന് ആവശ്യമായ ദൈവ അനുഗ്രഹം ഈ പ്രാർത്ഥന വഴി ഈ കുടുംബത്തിന് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ഇന്ന് കർത്താവെ, ഈ വ്യക്തി ആരാണോ ഇപ്പോഴേ എവിടെ വെച്ചാണോ ഈ പ്രാർത്ഥന കൂടുന്നത്, ആ വ്യക്തി, ആ ദൈവത്തിന്റെ മകള്, ദൈവത്തിന്റെ മകൻ, ഈ ദൈവത്തിന്റെ ഭവനം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസം, ഇന്ന് ഭയപ്പെടുന്ന പ്രത്യേകമായ ഒരു വിഷയം, ആ വിഷയത്തിന് ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന ഇപ്പോഴും ആ മക്കൾക്ക് ജീവിത പ്രശ്ന പരിഹാരത്തിനായി ഈശോനാമത്തിൽ കാഴ്ചവെക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിച്ചവർ അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുവാനിടയാക്കി നന്ദി പറയുന്നു. കുറെ വിഷയങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒത്തിരിയേറെ മനുഷ്യരുണ്ട് ഈശോയെ. പല കാര്യങ്ങൾ പല ഇടങ്ങളിൽ പോയി ചെയ്യേണ്ടതുണ്ട്, ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ചിലരെ കുർബാനയും കഴിഞ്ഞ പിന്നെ യാത്രയാണ്. ചിലർക്ക് നോൻപുകാലത്ത് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു അവകാശം കൊടുക്കണമേ. നോൻപുകാലത്തിന്റെ ചൈതന്യം അനുസരിച്ചുകൊണ്ട് വചനം വായിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിത വിശുദ്ധി പാലിക്കുവാനും ദൈവത്തിന് പക്ഷം ചേർക്കുവാനും കൂടെ നിർത്തുവാനും കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ തിരികെ ആർജിക്കുവാൻ അവരുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന വിഷയങ്ങൾ സെലക്റ്റീവ് ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്നതെല്ലാം അടുത്ത ദിവസങ്ങൾ വന്ന് അവരെ അതിനെ അതിജീവിക്കുവാനുള്ള, നല്ല മാർക്ക് വാങ്ങി പാസ്സാകാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിന് വിഖ്യാതമായി നിൽക്കുന്ന കുടുംബ വഴക്കുകൾ, സാഹചര്യങ്ങൾ, മറ്റു തരത്തിലുള്ള വിഷമതകൾ, അതിനേക്കാൾ ഉപരി കുടുംബത്തിന്റെ പല വിഷയങ്ങൾ, കമ്പനി ചെയ്യുന്നവരുണ്ട്, ബൈ പ്രൊഫഷണലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, അങ്ങനെയുള്ളവർ എല്ലാവരെയും, അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ ചെയ്യുന്നവരുണ്ട്, ഏജൻസികളുണ്ട്, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണ അവരേക്ക് ആവശ്യിക്കട്ടെ. കൂട്ടുകൂടി കളക്റ്റീവായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്, അതിൽ പിണക്കങ്ങളിലുണ്ട് കൊണ്ട് പലപ്പോഴും അവരെ കൂട്ടവസാനിപ്പിച്ചിട്ട് പിരിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ എല്ലാ കടങ്ങളും വരുന്നവരുണ്ട്, കടം വീട്ടി അത് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നവരുണ്ട്, അതിന് സമ്മർദ്ദങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ മനസ്സ് പിരിമുറുക്കം കൊള്ളുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. വീട് നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, വീട് സ്ഥലം ഒരുമിച്ച് നഷ്ടപ്പെടുന്നവരുണ്ട്, കർത്താവ് അത് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളിൽ കർത്താവ് വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനങ്ങൾ പഠിച്ചിട്ട് അവരുടെ വിസ പഠനകാലം കഴിഞ്ഞപ്പോൾ എക്സ്പയർ ആകാൻ പോകുന്നു, അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല. അത് എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ്, നാട്ടിലാണെങ്കിൽ അവർക്ക് വല്ലാത്ത കടങ്ങൾ വന്നിരിക്കുന്നു, അവരെല്ലാവരും നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഭവനരഹിതരെ, വഴിയില്ലാത്തവരെ, സാമ്പത്തികമായ സുസ്ഥിതിയില്ലാത്തവരെ, ഒരു തൊഴിലും കാണാത്തവരെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ മക്കൾ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇപ്പോൾ പരീക്ഷക്കാലമാണല്ലോ. പരീക്ഷക്കാലമാണ്, അതുപോലെ പ്രാർത്ഥനാകാലമാണ്. കൃപാസനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും പരീക്ഷ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഹോൾ ടിക്കറ്റ് വെഞ്ചരിപ്പിക്കാൻ വേണ്ടി വരണത്. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരുടെ ഉടമ്പടി സീറ്റ് കാണിച്ചാൽ മതി, ഉടമ്പടി കാർഡ് കാണിച്ചാൽ. പക്ഷെ അത് അപ്ഡേറ്റ് ആയിരിക്കണം, പുതുക്കിയതായിരിക്കണം. കാര്യം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണമല്ലോ. പണ്ട് ചിലർ ഇപ്പം പരീക്ഷക്കാരൊക്കെ പണ്ടൊന്നും ഉടമ്പടി ചെയ്തതാണ്, അവരതൊക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർ ഉടമ്പടി ഉഴപ്പിയതാണ്. 90 ദിവസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിൽ അല്ലാതെ ക്യാൻസൽഡ് ആണ്. നിങ്ങൾക്ക് വേണേൽ പുതുക്കാം, പക്ഷേ ഹോൾ ടിക്കറ്റൊക്കെ വെഞ്ചരിച്ച് കിട്ടും. പക്ഷേ കൗൺസിലിംഗ് മെസ്സേജ് ഒന്നും നടക്കത്തില്ല. എന്താ പറയുന്ന കാര്യം, ചില ആൾക്കാർക്ക് ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ അവർ ക്യാൻസലായ ഉടമ്പടി എടുത്തിട്ട് വരും. അങ്ങനെയൊന്നും വരരുത്. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്, അല്ലാതെ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ചീട്ടല്ല. അതിനെ ബുദ്ധിബോധമില്ലാത്ത ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറച്ച് പേര്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ. ദൈവത്തോട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് ചെയ്യുന്ന കർത്താവിൻ്റെ വചനമനുസരിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിച്ചോളാവെന്ന് പറഞ്ഞുകൊണ്ട് വചനാധിഷ്ഠമായി ജീവിക്കുന്ന ഒരു ജീവിതക്രമമാണ് ഉടമ്പടി ജീവിതം. അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാക്കാലം, പരീക്ഷാക്കാലം പ്രാർത്ഥനാക്കാലമാണെന്ന് പറഞ്ഞാലും ചിലർ പ്രാർത്ഥിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മൊബൈൽ എടുക്കും. പള്ളി വന്നിട്ട് പോലും ചാടിപ്പോയി മൊബൈൽ വരുമ്പോൾ ചാടി, അങ്ങനെ അവൻ പള്ളിയിൽ കുർബാനയിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആരോ ഒരു കടവാൻ പോകത്ത് അവനെ വിളിക്കും, കുറേ ചാടി പള്ളിയുടെ മുറ്റത്ത് വീഴും. ഇത് അവിടെ മൊബൈൽ എടുക്കും. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണത്തെക്കാരെ ദോഷമേ ചെയ്യത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ പ്രശ്നം, നീ വീട്ടിലാണ് ഇരിക്കണമെങ്കിൽ അത്രയും തലവേദന ദൈവത്തിന് കുറേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ തപ്പിൽപ്പെടത്തില്ല. നീ മറ്റുള്ളവർക്ക് ദുർമാതൃകയാണല്ലോ. അതുകൊണ്ട് ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കാൻ നോക്കണം. അത് തമാശനെ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പറയാൻ പോണ വിഷയം അതൊന്നുമല്ല. ഐസയുടെ പുസ്തകം വായിക്കാം. ഐസയ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന
സിദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ഇതെന്ന് പറയുന്നത് നോൻപ് കാലം എന്നൊക്കെ അറിയാല്ല, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലമാണ്. പക്ഷെ ചില പ്രാർത്ഥനകൾ പാളി പോകുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഇടക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ മൊബൈൽ പോലെയുള്ള സംഭവങ്ങൾ എടുക്കുകയും ഇനി ഒന്നും എടുത്തില്ലേ പോലെ പരവിചാരം കൊണ്ടിരിക്കുകയും ചെയ്യത്തില്ലേ. അപ്പോൾ അവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷെ എഴുന്നേൽക്കുമ്പോൾ വിശക്കുമെന്ന്. അതിന് ചില പിള്ളേർക്കുണ്ട്. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ റീല് കാണും. പരീക്ഷയ്ക്ക് പഠിക്കണേ, പേര് ഇളിച്ചോണ്ട് കോമഡി കണ്ട് ഇളിച്ചോണ്ടിരിക്കും, പിന്നെയും പഠിക്കും. 1 മണിക്കൂർ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഒന്നും ഓർക്കത്തില്ല. അതാണ് ഈ പറയണത്. എന്താണ് അവർ രണ്ടാമത് പറയുന്നത്? എന്താ പറയണത്? അതായത് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും. സ്വപ്നം മാത്രമാണ്. ഈ പല വിചാരത്തോടെ പ്രാർത്ഥിക്കുന്നതും പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടയ്ക്ക് പഠിക്കുന്നതും എല്ലാം ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നവരാണ്. കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷേ എഴുന്നേൽക്കുമ്പോൾ വിശക്കും. ബൈബിളിൻ്റെ രസം, എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളേ ഭയങ്കര രസം. നമ്മുടെ ജീവിതം ശരിക്കും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തരും ഇങ്ങോട്ട്. ഇപ്പം നീ നിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. പ്രാർത്ഥനാ കാലം എന്ന് പറയുമ്പോൾ പല വിചാരം നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകണം. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ഇപ്പം എനിക്കിങ്ങനെ പ്രാർത്ഥനയിൽ ഇപ്പോൾ കടലാണെങ്കിൽ തിരച്ചിലുണ്ടാകത്തില്ലേ? അപ്പോൾ തിരയെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാ പല വിചാരങ്ങളും മാറിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. മനസ്സിങ്ങനെ കടൽ പോലെ തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മനസ്സാപരണം ചൊല്ലും. ഞാനെങ്ങനെയാണ് പല വിചാരത്തിന് അതിജീവിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വികട ചിന്ത വന്നെങ്കിൽ എൻ്റെ ദൈവം ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപദേശിക്കുകയും അങ്ങനെ പാവം ചെയ്യുന്നവർ പൂർണ്ണകൃതി അറിയാം. പാവം തന്നെയാണല്ലോ പല വിചാരം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പിശാചിനോട് സംസാരിച്ചാൽ പിന്നെ അതെങ്ങനെ പാവമാകാതിരിക്കണേ? അപ്പോൾ അതിപ്പോൾ പ്രാർത്ഥന എന്ന് പറയുക നോൻപ് കാലം പ്രാർത്ഥനാക്കാലമാണ്. പക്ഷേ അതേസമയം തന്നെ പല വിചാരങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മനസ്സാപ്പറണം എൻ്റെ ഈ സൂത്രം നല്ലതാണ്, എന്നെ സഹായിച്ചിട്ടുണ്ട് കുറേ. കാരണം പരവിചാരം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പരവിചാരം ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ 0 പോയിന്റിലേക്ക് ഏതെങ്കിലും സംഭവങ്ങൾ കയറി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ നമുക്കൊരു ബോധം ഉണ്ടാകണം, അവയർനെസ് ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച്. പിന്നെ ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ജവമാനിലൊക്കെ അങ്ങനെ പരവിചാരം കൊണ്ടായിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനമായാലും പ്രാർത്ഥനയായാലും ഇത് ഈ പഠനത്തിനിടക്കും പ്രാർത്ഥനയിടക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്സുകൾ, കോമഡികൾ, റീലുകൾ, വേറെ കണ്ടൻറ്റുകൾ, ആവശ്യമില്ലാത്ത പാട്ടിപ്പോയി തലയിടുക. ഞാൻ ഇവിടെ പഠിക്കുന്ന പിള്ളേരോട് എവിടെ ഒരു പറയും, വീട്ടിൽ മമ്മിയും പപ്പയൊക്കെ കിടന്നിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് തലയിട്ട് കൊടുക്കരുത്, നിങ്ങൾക്ക് പരീക്ഷാക്കാലമാണ്, മര്യാദയ്ക്കിരുന്ന് പഠിക്കുക. അതാണ് പറയണത്. അങ്ങനെ പല വിചാരത്തിൽ പഠിക്കുകയാണെങ്കിലും പല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒക്കെ സംഭവിക്കണമെന്ന് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും, എഴുന്നേൽക്കുമ്പോൾ തലയൊന്നും ഉണ്ടാകത്തില്ല. വരണ്ട തൊണ്ടയുമായിട്ട് എഴുന്നേൽക്കുന്നു. ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷേ എഴുന്നേൽക്കുമ്പോൾ വിശന്ന വയറോട്ട് എഴുന്നേൽക്കും. അത് നോൻപ് കാലത്തെ പ്രാർത്ഥന എല്ലാം അത് കറക്റ്റ് ദൈവചൈതന്യത്തോട് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത്. കാര്യം ഇതൊക്കെ അച്ഛൻ പറയണ മക്കളെ കേട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പരവിചാരം കൂടാതെ ഇരിക്കുക. ഈ മനസ്സാപ്പരണം എപ്പോഴും പഠിച്ചു വെക്കണം. കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ മനസ്സാപ്പുറം ഉണ്ടാവും. അത് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാത്തലിക്സിന് എല്ലാം അറിയാം ഈ പ്രാർത്ഥന. മറ്റുള്ളവർ ശ്രദ്ധിക്കണം. അതിൽ ഒരു വരിയെങ്കിലും വായിച്ച്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പല വിചാരം ഉണ്ടാകണമെങ്കിൽ അത് മാറാൻ ഈ മനസ്സാപ്പുറമല്ല വേറെ പ്രാർത്ഥനയുണ്ട്, ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. അത് ലത്തീൻ കുർബാനയിൽ ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. അതെടുത്ത് ഞാൻ ജസത്ത് പ്രാർത്ഥിക്കും. എന്താണ്? എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥകളിൽ നിങ്ങൾ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. അതൊരു പ്രാർത്ഥനയാണ്, ഡെലിവറൻസ് പ്രെയർ ആണത്. അതും ഇതുപോലെ പല വിചാരവും മറ്റു തരത്തിലുള്ള വിഷമതകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒക്കെ ഒരു സുഹൃത്ത് ഒരു 3 വരികളുണ്ട് ഞാൻ പ്രാർത്ഥിച്ചത്. നിങ്ങളത് എടുത്ത് വീണ്ടും എടുത്ത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും. എല്ലാ തിന്മകളിൽ നിന്നും കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. അതിന് ഇംഗ്ലീഷ് വേർഷൻ ഭയങ്കര ഡെലിവറസ് ലോഡ് ഫ്രം ദി ഹോൾ ഈവിൾ എന്നാണ്. അപ്പം ഡെലിവറൻസ് പ്രെയറാണത്. അത് അങ്ങനെ വരുമ്പോൾ അതും ഒരു പ്രാലചാരം കൂടുമ്പോൾ അതും ഒരു പ്രാർത്ഥനയ്ക്ക് മാറ്റണം. പഠനത്തിൻ്റെ ഇടയ്ക്കും ഇതുപോലെ പല വിചാരങ്ങളും ഫോണും മറ്റൊരു സംസാരവും ഒക്കെ വരുമ്പോഴും നിങ്ങൾ പഠനം തുടങ്ങണ മുമ്പ് ഈ 4 വരി പ്രാർത്ഥനകൾ ചെല്ലണം.
ചെല്ലിട്ട് ഇതെല്ലാം ഫ്രൂട്ട്ഫുള്ളായിട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു നോൻപ് കാലവും നല്ലൊരു പരീക്ഷക്കാലവും നല്ലൊരു ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആത്മീയമായിട്ട് വിജയിക്കും, അതുപോലെ വിദ്യാഭ്യാസമായിട്ട് വിജയിക്കും, ജീവിതപരമായിട്ട് നമ്മൾ നിൽക്കുക തന്നെ ചെയ്യുന്നു, ഇരിക്കുന്നില്ല. 2-3 ഗുണങ്ങളുണ്ട് നിൽക്കുകയാണെങ്കിൽ. ഒന്ന്, ഞാൻ പ്രസംഗം കുറക്കും. രണ്ടാമത്, നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം വല്ലതും കുടിക്കണമെങ്കിൽ നല്ല തലപ്പോച്ചില വല്ലതും ഉണ്ടാകണമെങ്കിൽ ഈസി ആയിട്ട് പോകാം. അങ്ങനെ കുറച്ച് ഗുണങ്ങളാണ് നമ്മൾ നിൽക്കുമ്പോഴുള്ളത്. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കൃപാസനം ആദ്യ ചൊവ്വാഴ്ച ഏകദിന ഉപവാസ ഉടമ്പടിത്തില് ഞങ്ങൾ സമയമില്ലാതെയും ഏറ്റെടുക്കണമേ. ഞങ്ങൾ അങ്ങേ മക്കളല്ലേ, അങ്ങേ മക്കളായി ഞങ്ങളെ കേൾക്കണമേ. ആമേൻ, ആമേൻ. കരങ്ങൾ വീശി വിശ്വാസത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മയുടെ മധ്യസ്ഥത്തിലെ ആരാധന നടത്തുന്ന ഒരു അപൂർവ ധ്യാനകേന്ദ്രമാണ് ഇത്. എല്ലാവരും അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ആരാധന നടത്തുന്നതെങ്കിലും നമ്മൾ ആദ്യം അവസാനം വരെ അമ്മയുടെ മധ്യസ്ഥത്തിലാണ്. അല്ല, മേമ്പൊടിക്ക് ആദ്യം ഇങ്ങനെ അമ്മയെ പറയുകയല്ല, ഫുൾ ടൈം. ഇത് മരിയൻ ഉടമ്പടി ധ്യാനം ആയതുകൊണ്ടും ആരാധനയായതുകൊണ്ടും പൂർണ്ണമായിട്ടും അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന പോകുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആരാധനയ്ക്കാവശ്യമായ വിശ്വാസ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. നമ്മൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കർത്താവിൻ്റെ വേറെ ഒരുതരം പ്രായോഗിക പഠനങ്ങളാണ്. അനുഭവ സാക്ഷ്യങ്ങളെല്ലാം വിശ്വാസ പരിശീലനങ്ങളാണ്. നമ്മളെ പഠിപ്പിക്കുകയാണ് ശരിക്കും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സാക്ഷ്യം പറയുന്നവരെല്ലാവരും തന്നെ അവർ പറയുന്നതിൽ തന്നെ സന്ദേശമുണ്ട്, ഇല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് സന്ദേശം പ്രത്യേകം അവർ പറഞ്ഞിട്ട് പോകും. അത്രയും തന്നെ തങ്ങൾ ഉദ്ദേശിക്കണ എന്താണ് എന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ അവസാനം പറഞ്ഞ ജോസഫ് കാലടി അല്ലേ, ആ സാക്ഷ്യം മകൻ വെന്റിലേറ്ററിലാണ്, ഓൾറെഡി കുട്ടി മരിച്ചു കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം പറയുന്നതാണ്, ഞാൻ വൈഫിൻ്റെ അനുവാദം വാങ്ങിച്ചാണ് കൃപാസനത്തിലോട്ട് പോകുന്നത്. എനിക്ക് വൈഫിൻ്റെ ഈ ഒരു അവസ്ഥയിൽ വേറെ ആരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ അനുവാദം മാത്രം എനിക്ക് മതി അല്ലേ. അപ്പോൾ ഈ ചായം പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് അമ്മ സന്നിധാനത്തിൽ ഉടമ്പടി ചെയ്തതിന് ശേഷം സാധാരണ ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും ഉടമ്പടി ചെയ്തിട്ട് അടുത്ത വണ്ടി കയറി വീട്ടിൽ പോകാനാണ് നോക്കണത്. ഉടമ്പടി ചെയ്താന്ന് ചോദിച്ചാൽ ചെയ്തില്ലെന്ന് ചോദിച്ചാൽ അതാണ് പ്രശ്നം. അത് ഗൗരവമായിട്ട് എടുക്കുന്നവരുണ്ട്, ഗൗരവമായിട്ട് സാധാരണ അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ പോകുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ ദൈവത്തെ ഗൗരവമായിട്ടെടുത്താൽ, ഇഫ് വി ആർ സീരിയസ്, ഗോഡ് വിൽ ബി സിൻസിയർ. ഇഫ് വി ആർ സിൻസിയർ, ഗോഡ് വിൽ ബി സീരിയസ്. ഇതാണ് കൃപാസനം എപ്പോഴും ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് ഉള്ള ദൈവാനുഭവം. നമ്മൾ ഗൗരവത്തിലാണ് കാര്യം എടുക്കണമെങ്കിൽ ദൈവം ആത്മാർത്ഥതയുണ്ടാകും. നമ്മൾ ആത്മാർത്ഥയാണ് ദൈവത്തോട് കാണിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളോട് സീരിയസ് ആയിട്ട് ഇടപെടും. കാര്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിഷയം നമ്മൾ തന്നെ. നമ്മൾ എങ്ങനെ ഈ വിഷയം എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോ തന്നെ ചോദിച്ചില്ലേ, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? പിന്നെ എന്നാ ചോദിക്കണത്? നീ അത് എങ്ങനെയാണ് വായിക്കണത്? അതാണ് സംഭവം. ഇപ്പം നമ്മൾ 25:10 വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, പിന്നെ എന്താ ചോദിക്കണത്?
നിയമത്തിൽ എന്ത് എഴുതിയാലും ഹൗ യു ടേക്ക് ഇറ്റ്, നീ അതെങ്ങനെ എടുക്കുന്നു, അതാണ് പ്രശ്നം. അപ്പം നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വിഷയമാണ്. ഇപ്പം ജോസഫ് കാലടി അദ്ദേഹം ഉടമ്പടി ചെയ്തെങ്കിലും ഇവിടുന്ന് പോകാൻ തയ്യാറല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു യെറ്റ് ഹി വെൻ്റ് ഓൺ, എന്നിട്ടും അവൻ മുന്നോട്ട് പോയി. നമുക്കറിയാമല്ലോ, ഈ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന പല വിശ്വാസ ആവിഷ്കാരങ്ങളുടെ പിന്നിലും ഒരു വചനത്തിൻ്റെ പാരമ്പര്യവും പശ്ചാത്തലവുമുണ്ട്. ഇപ്പം ഡെഡ് ബോഡിയാണ് കുട്ടി, എന്നിട്ടും അയാൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും പറഞ്ഞില്ലേ നീ ഇവിടെ നിൽക്കേണ്ടവനല്ലേ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തോട്. നീ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കേണ്ടവനല്ലേ എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ചോദിക്കണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറഞ്ഞത് എന്താണ്? ഞാനിപ്പോൾ ഇവിടെ നിൽക്കേണ്ടവനല്ല. ഒരു സെയിം ഇൻസിഡൻ്റാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതി നോക്കണം. കുട്ടി വെന്റിലേറ്ററിലാണ്. അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പിന് ഏതാണ്ട് ഒരു 2% കുറഞ്ഞിരിക്കുക. അപ്പോൾ ഈക്വൽ ടു ഡെഡാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ഡെഡ് ആകുമ്പോൾ 2 സമീപനങ്ങളുണ്ടാകും. ഒന്ന്, ചിലർ ചോദിക്കും നീ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടവനല്ലേ എന്ന് ചോദിക്കും. അതും ഒരു 10, 50, 60% പേര് പറയും അത് ശരിയാണല്ലോ, കൊച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൻ നാട് വിട്ട് പോകണോ വേണ്ടത്, അവിടെ നിൽക്കേണ്ടത് അല്ലേ? അപ്പോൾ വിശ്വാസിക്ക് ഒരു പ്രശ്നമുണ്ട്. കുട്ടിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല, ഈ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കേണ്ടവനാണ് ദൈവത്തിൻ്റെ. അപ്പോൾ എവിടെ നിൽക്കുക എന്നുള്ളത് ആരാ തീരുമാനിക്കണത്? വിശ്വാസിയാണ് തീരുമാനിക്കുന്നത്. അവൻ്റെ വിശ്വാസമാണ് തീരുമാനിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാന്നിധ്യം, വിശ്വാസം എന്ന പുണ്യത്തിൽ ഞങ്ങൾ വളരാൻ ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. ചേർന്ന് പാടാം. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു നിങ്ങൾക്കാരേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു നിങ്ങൾക്കാരേ. വിശ്വാസത്താൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്ത്രീയും പൊഴിച്ച്, പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്ത്രീയും പൊഴിച്ച് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എന്തിന് എന്നെ വിളിക്കുന്നു? ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുവേൻ. അങ്ങനൊരു വചനമുണ്ട്. ഏത് കാഷ്വാലിറ്റി ആയാലും നമുക്ക് ദൈവം ആവശ്യത്തിന് എന്ത് തന്നിട്ടുണ്ട്? വിശ്വാസം തന്നിട്ടുണ്ട്, പിന്നെ പ്രത്യാശ തന്നിട്ടുണ്ട്, പിന്നെ ദൈവസ്നേഹം തന്നിട്ടുണ്ട്. ഈ ദൈവിക പുണ്യങ്ങളാണ് മനുഷ്യൻ മുമ്പോട്ട് പോണത്. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14:15 നിങ്ങൾ എന്തിനെ വിളിക്കുന്നു? ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയും. അപ്പോൾ കുട്ടി വെന്റിലേറ്ററിലാണെങ്കിലും ഡെഡ് ബോഡി ആണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലാസറിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ്? ലാസർ ചത്തുപോയതാണ്, കർത്താവ് കൊണ്ടുവന്നതാണ്. മുന്നോട്ട് പോയി. ഡെഡ് ആണെങ്കിലും മുന്നോട്ട് പോകും, അടക്കം കഴിഞ്ഞാലും മുന്നോട്ട് പോകും, ചീഞ്ഞു പോയാലും മുന്നോട്ട് പോകും. അത് വിശ്വാസി. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ, 4 ദിനരാത്രങ്ങൾ ചീഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ മുന്നോട്ട് നയിക്കണമേ. മരിച്ചാലും ഭീഷണി വന്നാലും ദുരിതം വന്നാലും രോഗം വന്നാലും കടം വന്നാലും ഞങ്ങളുടെ വിശ്വാസത്തിൽ മുന്നോട്ട് വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. കരങ്ങൾ ഉയർത്തി അടിക്കട്ടെ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. നിങ്ങൾ എന്തിന് എന്നെ വിളിക്കുന്നു? ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുവേൻ.
എന്ന് പറയുമ്പോൾ മുന്നിൽ എന്താ ഉള്ളത്? ഇതാര് പറയണതാ? മോസസിനോട് ദൈവം പറയണതാണ്. എപ്പോഴാണ് പറയണത്? പുറകിൽ ഫറവോൻ്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ. ഇതിൻ്റെ നടുക്കുള്ള വചനമാണ് ജനങ്ങളോട് കടലെങ്കിൽ കടൽ മുന്നോട്ട് പോകാൻ പറയണത് ആരാണ്? കർത്താവാണ്. കർത്താവാണ് പറയണത് നീ മുന്നോട്ട് പോകാൻ പറയണത്. ചെങ്കടല പുറകിൽ ഫറവോൻ്റെ സൈന്യമായാലും മുമ്പിൽ കടലായാലും പുറകിൽ രോഗമായാലും മുമ്പിൽ കടമായാലും കർത്താവ് മുന്നോട്ട് പോകാൻ മനുഷ്യരാശി പറയുന്ന ഒരേ ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ വചനം. ശ്രുതികട ഹല്ലേലൂയ. ചെങ്കടൽ ഭേദിക്കാൻ ഇസ്രായേൽ ശക്തിപ്പെട്ട ദൈവമേ, ജെറിക്കോ കോട്ട പൊട്ടിക്കാൻ ഞങ്ങളുടെ വിശ്വാസം നയിക്കണമേ. ആമേൻ. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യം. ആ വചനത്തിൽ പുറപ്പാട് 14:15 ദൈവം ചോദിക്കണ ഒരു ചോദ്യം കൂടിയുണ്ട്. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ്? അപ്പോൾ മോസസ് പറയും, ഇതൊരു വടിയാണ്. ഞാൻ തന്ന വടി നിൻ്റെ കയ്യിൽ ഇരിക്കണില്ലേ? അതാണ് സംഭവം. ഇടയ്ക്കിടെ ദൈവം ചോദിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ കുറേ ഉപകരണങ്ങൾ ഉടമ്പടിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇല്ലേ? ദൈവം അഹറോനും മോസസിനും അത്ഭുതപടി കൊടുത്ത പോലെ കുറേ ഉപകരണങ്ങൾ, വിശ്വാസത്തിൻ്റെ ചില പ്രതീകങ്ങൾ, മാധ്യമങ്ങളൊക്കെ, അടയാളങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താണത്? ഒന്ന് കാശുരൂപമാണ്, അല്ലേ? പഴയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ മാധ്യമത്തിന് പകരമാണ് നമ്മൾ സഭയിൽ ഇതുപോലെയുള്ള ബ്ലസ് ചെയ്തിട്ടുള്ള ദൈവനാമത്തിൽ ആശ്രയിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ഫലം. ഇപ്പോൾ തന്നെ ജിതിൻ, ബിബി ജിതിൻ എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞില്ലേ? അവളുടെ രോഗം എന്താണ്? അപൂർവം 1,00,000 ഒരാൾക്ക് വരുന്ന ലൂമസ് എന്ന് പറയുന്ന രോഗമാണ്. നമ്മുടെ ബോഡിയുടെ അണുക്കൾ തന്നെ നമ്മുടെ ബോഡിയെ ഈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെ വാദം തന്നെ, വാദത്തിന് അത് തന്നെ ആൻറ്റിബോഡിയാണ് വർക്ക് ചെയ്യണത്. അത് തന്നെയാണ് ബ്ലഡ് ക്യാൻസറിലും വരണത്. ഇതിങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഈ വാദം ബ്ലഡ് ക്യാൻസറൊക്കെ ഇടയ്ക്കൊക്കെ ആൾക്കാർക്ക് 100-നും 500-നും ഇടയ്ക്ക് വരും. പക്ഷേ ഈ ലൂമസ് എന്ന് പറയണത് 1,00,000 ഒരാൾക്കേ വരത്തുള്ളൂ. അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഈ 1,00,000 ഒരാൾക്ക് വന്നാൽ ഇതിനാരും മരുന്ന് കണ്ടുപിടിക്കും? അപൂർവ രോഗങ്ങൾ. കാര്യം ആ മരുന്ന് കണ്ടുപിടിച്ചാൽ പോലും 1,00,000 ഒരാൾക്കല്ലേ രോഗം വരുന്നത്. കമ്പനിക്കാർ കടത്തുപൂട്ടും. കമ്പനിക്കാർക്ക് ഈ പാരാസെറ്റമോൾ വിലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പനി വരുമില്ല, ഒത്തിരി വിൽപ്പന നടക്കും. കുറഞ്ഞ എല്ലാവർക്കും വരുന്ന രോഗത്തിന് മരുന്ന് എളുപ്പമാണ്. അപൂർവ രോഗങ്ങൾക്ക് മരുന്ന് കുറവാണ്, ഭയങ്കര വിലയുമായിരിക്കും. അത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും. പക്ഷേ അവൾ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, സുന്ദര സാക്ഷ്യമാണത്, പഠിപ്പിക്കപ്പെടും. അവർ സാക്ഷ്യം പറഞ്ഞെന്ന് നമ്മൾ പറയരുത്. അവരിലൂടെ കർത്താവ് നമ്മളെ ഈ കാലഘട്ടത്തെ പഠിപ്പിച്ചു. കൈയിട്ടിച്ച് കർത്താവ് ദൈവമേ, ഞങ്ങൾക്ക് ചുറ്റും ഹെബ്രായ 12 ചേർന്ന് പാടാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നാ ചെയ്തെന്നാണ് ബിബി പറഞ്ഞത്? ഞാൻ ആ ഉടമ്പടി കാശുരൂപം ഹോൾഡ് ചെയ്തു എന്നല്ലേ? ഉടമ്പടി കാശുരൂപം ഹോൾഡ് ചെയ്തു. ഇത് പറയുന്ന കുറേയധികം സാക്ഷികൾ നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഒരു കാരണവശാലും മിസ് ചെയ്യരുതെന്ന് പറയണത്. ഉടമ്പടി കാശുരൂപം ആർക്കെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മതിയായ രേഖകൾ നിങ്ങൾ കാണിച്ചാൽ നവംബർ മാസത്തിൽ അതിനുവേണ്ടി മാത്രം കുർബാന വെച്ചിട്ട് നിങ്ങൾക്ക് അച്ഛൻ പുതിയ ഉടമ്പടിയുടെ തന്നെ കാശുരൂപം തരുന്നതായിരിക്കും. ഞാൻ എല്ലാ കൂട്ടായ്മയ്ക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കാം. കുറേ ആൾക്കാർക്ക് ഡാമേജ് ആയി പോയിട്ടുണ്ടല്ലേ? അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അതെല്ലാം അതുപോലെ തന്നെ പവറിൽ നിങ്ങൾക്ക് തിരിച്ചു തരും.
പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഹ്റോൻ്റെയൊക്കെ കയ്യിരിക്കുന്ന ഒരു വടി കൊടുക്കുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എന്താണ്? നമ്മുടെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാനുള്ള മാധ്യമമാണത്. കാശിനുമല്ല നമ്മളെ രക്ഷിക്കണത്, ആണോ? അല്ല, ദൈവമാണ് രക്ഷിക്കുന്നത്. നമ്മൾക്കുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യമമാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു, ദൈവം അവന് മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ കാശുരൂപം ആശീർവദിച്ചിരിക്കുന്നത്. എല്ലാ നിറച്ച വസ്തുക്കളും വളരെ കരുതലോടുകൂടിയാണ് ആശീർവദിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം ചെല്ലണം. വിശ്വാസ പ്രമാണമാണ് ഫൗണ്ടേഷൻ. പക്ഷേ വിശ്വാസ പ്രമാണം ചെല്ലുന്ന മുമ്പ്, പണ്ട് ഞാനൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഈ കടലിൽ കല്ലിടുന്ന ഒരു കാലമായിരുന്നു. 63 കാലഘട്ടങ്ങളിൽ, 64 കാലഘട്ടങ്ങൾ. ഇപ്പോൾ കല്ലുംവണ്ടി വരുമ്പോഴും ഞങ്ങൾ കടലറ്റത്ത് പോയി നിൽക്കും. കല്ലുംവണ്ടി മരയെന്ന് വരത്തുമല്ലേ, ഇപ്പോൾ കടലറ്റത്ത് പോയി നിൽക്കും. അപ്പോൾ കല്ല് കൊണ്ടുവന്ന ഉടനെ കടലിൽ ഇടത്തില്ല അവരാദ്യം എന്താ ഇടുന്നത്? അതുപോലെ തന്നെ കുറേ ചുള്ളിക്കമ്പുകളുണ്ട്. ലക്ഷക്കണക്കിന് കെട്ട് ചുള്ളിക്കമ്പുകൾ കൊണ്ടുവന്ന് കടപ്പുറത്ത് ഇറക്കും. ഈ മണ്ണിൽ ചുള്ളിക്കമ്പാണ്ട് കെട്ടുകെട്ടായിട്ട് ഇറക്കിയിട്ടാണ് അതിൻ്റെ പുറത്ത് കല്ലെടുത്ത് വെക്കണത്. അല്ലെങ്കിൽ വെക്കണ കല്ലെല്ലാം കടലിൽ താന്നു പോകും. ഇതുപോലെ വിശ്വാസ പ്രമാണം ഒരു ഫൗണ്ടേഷനാണ്. ഇത് വെക്കണ മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. എന്ത് ചെയ്യണം? മനസ്താപ്രേരണം ചെല്ലണം. കാര്യം മനുഷ്യന്മാരല്ലേ നമ്മൾ, അല്ലേ? വാക്കുകൊണ്ടും ചിലപ്പോൾ വിചാരം കൊണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം സോറി പറയണം. എൻ്റെ ദൈവമേ ഒന്ന് പറഞ്ഞേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനുപരി നിങ്ങളെവിടെ പോണ്? രാജധാനി എക്സ്പ്രസ്സാ അച്ഛൻ പറയണവർ ചെയ്യല്ലേ? എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ എല്ലാത്തിനും ഉപരി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കും. എനിക്ക് തോന്നുന്നത് അതൊരു സുഹൃത ജപമായിട്ട് ഒരു 5-6 പ്രാവശ്യം ചെല്ലിയാലും കുഴപ്പമില്ലെന്ന് തോന്നാം. കാര്യം ഭയങ്കര ഈടുള്ളതാണത്. അത്രയും ഭാഗം മാത്രം ഒരു സുഹൃത ജപമായിട്ട് എന്തെങ്കിലും ഒരു മനസ്സിന് ഭാരം വന്ന് നമ്മളെ ഇന്നൊരു വാക്ക് പെസകി വീണ് കഴിഞ്ഞാൽ, ഭർത്താവിനോടായാലും കുഞ്ഞുങ്ങളോടായാലും ഒരു വാക്ക് പെസകി വീണ് അയ്യോ കഷ്ടമായി പോയില്ല, എൻ്റെ ഇന്നൊരു പാപം സംഭവിച്ചല്ല എന്ന് തോന്നിയാൽ എൻ്റെ മക്കൾക്ക് പെട്ടെന്ന് ചെല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് ആ സുഹൃത ജപം. ആ ഒരു അത്രയും ഭാഗം ചെല്ലിയാൽ മതി, മൊത്തം ചെല്ലണ്ട. അത് പക്ഷേ ചെല്ലുമ്പോൾ സമയമെടുക്കണം. എന്താണ്? എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവത്തിന് തോന്നണം. നമ്മൾ പണ്ട് പട്ടിക പഠിച്ച പോലെ കാണാതെ പറയുകയല്ല, നമ്മൾ ഹൃദയം കൊണ്ടാണ് ദൈവത്തോട് വിളിക്കണം, അല്ല അധരം കൊണ്ടല്ലെന്ന് ദൈവത്തിന് തോന്നണം. എൻ്റെ ദൈവമേ പറഞ്ഞു, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരി. എൻ്റെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായ? എല്ലാ ദൈവത്തെ സ്നേഹിക്കണത് എല്ലാത്തിനും ഉപരിയാണ്. അതുകൊണ്ടാണ് ഈ വിശ്വാസം മാറിയൊക്കെ പ്രേമിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരോട് ഞാൻ വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്ന കാര്യം അതാണ്. കാര്യം ദൈവം നിൻ്റെ കമിതാവിനേക്കാളും 10,000 നിനക്ക് ലഭിക്കുന്ന വ്യക്തികൾ, ബന്ധങ്ങൾ അതിനേക്കാളും വലുതാണവൻ. അതാണ് എല്ലാത്തിനേക്കാളും ഉപരി എന്ന് പറഞ്ഞേ, സ്നേഹിക്കപ്പെടാൻ. അപ്പം ദൈവത്തെയാണ് എല്ലാത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിലുണ്ടാകണം, നിൻ്റെ വയറ്റിലുണ്ടാകുമ്പോൾ കുഞ്ഞ് പോലും കർത്താവിനെ അറിയണ കുഞ്ഞായിരിക്കണമെന്ന് ഇല്ലേ? അതാണ് ദൈവപേടി എന്ന് പറയണത്. കാര്യം എന്താണ്? എൻ്റെ ദൈവം, എൻ്റെ രക്തത്തിൽ പിറക്കണ കുഞ്ഞ് എൻ്റെ ദൈവത്തിന് അറിയണം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതെ പറഞ്ഞാൽ മതി, കഴിച്ചിട്ട് പറയണ്ട. കഴിക്കാതെ പറഞ്ഞ് എൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞ്, സത്യത്തിൽ പറ, എൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞ് എൻ്റെ കർത്താവിനെ അറിയുന്നവനാകണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിവാഹപ്രായമായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്താനരഹിതരായ മക്കളെ പ്രാർത്ഥിക്കുന്നു. കർത്താവിற்கு നൽകുന്ന സന്താനങ്ങൾ കർത്താവിൻ്റെ രക്തത്തിൽ അഭിഷേകം സ്വീകരിക്കാൻ കർത്താവിന് സാക്ഷിയായിത്തീരുന്ന ദൈവസേവമാണ്.
വിശ്വസിക്കുന്നു